ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. അനൂപിന്റെ കാര്യം പറഞ്ഞ് ഓടി വരുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന വിഷമത്തോടെ അനൂപിനെ നോക്കുമ്പോൾ അനൂപ് പറയുകയാണ്, എനിക്കൊന്നുമില്ല മോളെ, നീ ഇപ്പോൾ എന്തിനാ ധൃതി പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ലായിരുന്നു. ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ്, നിനക്കെന്തെങ്കിലും അപകടം പറ്റിയെന്നറിഞ്ഞാൽ അവൾക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ സാധിക്കുമോ? കണ്ടില്ലേ ഇപ്പോൾ തന്നെ യാത്ര മുഴുവനാക്കാതെ അവൾ വന്നിരിക്കുന്നത്. തുടർന്ന് സച്ചിയോടും അർച്ചനയോടും അവിടെ ഇരിക്കാൻ പറഞ്ഞ് മാഷ് പറയുകയാണ്, ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുകയായിരുന്നു, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് മാഷ് പറയുമ്പോൾ മാഷിൻ്റെ കയ്യിലേക്ക് കുറച്ച് പണം കൊടുത്തിട്ട് സച്ചി പറയുകയാണ്, ഇത് വെച്ചോ. ഇത് കാണുന്ന മാഷ് അനൂപിനെ നോക്കുമ്പോൾ അനൂപ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതേസമയം അർച്ചന വാങ്ങാൻ പറയുമ്പോൾ മാഷ് ആ പൈസയും വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് മീര വന്ന് അനൂപിന് ഗുളിക കൊടുക്കുകയാണ്. കണ്ടില്ലേ അവസ്ഥ, നടക്കാൻ പോലും പറ്റില്ല. ഓരോരോ ദുരിതങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തു പറ്റിയത് അനൂപേട്ട എന്ന് സച്ചി ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, അത് പിന്നെ ഞാൻ കറക്റ്റായി തന്നെയാ വണ്ടി ഓടിച്ചിരുന്നത്. ഒരു ട്രാവലർ റോങ് സൈഡിൽ കൂടെ വന്ന് എന്നെ ഇടിക്കുകയായിരുന്നു. രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് വേണം പറയാൻ. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, വണ്ടി ഇടിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അനൂപേട്ടന് ഓർമ്മയൊന്നുമില്ലായിരുന്നെന്നാ അവിടെയുള്ളവർ പറഞ്ഞത്. അവിടെ ആരൊക്കെയോ കണ്ടവർ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഞങ്ങളൊരു 10 മണിക്ക് ശേഷമാണ് വിളിച്ചു പറഞ്ഞത്. ഇത് കേൾക്കുന്ന സച്ചിയും അർച്ചനയും പരസ്പരം നോക്കുകയാണ്. ഇപ്പോൾ ഗുളിക കഴിച്ചതിൻ്റെ മയക്കമുണ്ടാകുമെന്ന് പറഞ്ഞ് അനൂപിനെ സച്ചിയും മീരയും കൂടി മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അർച്ചന ആലോചിക്കുകയാണ്, അല്ല, അവന്തികേട്ടത്തി എന്നെ വിളിച്ച് 8 മണിക്കല്ലേ ഈ കാര്യം പറഞ്ഞത്? പക്ഷേ ഇവിടെയുള്ളവർ രാത്രി 10 മണി കഴിഞ്ഞ് അറിഞ്ഞതെന്ന് പറയുന്നല്ലോ. ഇതിൻ്റെ പിന്നിലിനി എന്തെങ്കിലും കാണുമോ എന്നൊക്കെ അർച്ചന ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയോടും അർച്ചനയോടും അനൂപിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് അവന്തിക. അല്ല, ഏട്ടത്തി എന്താ ഉറങ്ങാഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ, അത് പിന്നെ നീയും കൂടി ഓഫീസിലില്ലല്ലോ, എനിക്ക് കുറേ ഫയലുകൾ നോക്കാനുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകുന്നെന്ന് അവന്തിക പറയുന്നു. തുടർന്ന് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് സച്ചി മുറിയിലേക്ക് പോകുമ്പോൾ അർച്ചനെ അവിടെ പിടിച്ചു നിർത്തുകയാണ് അവന്തിക. ഇപ്പോൾ എന്തായി? ഞാൻ പറഞ്ഞില്ലേ നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പോയ യാത്ര മുഴുവനാക്കാതെ നിനക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരേണ്ടി വന്നില്ല. എല്ലാത്തിനും ഈശ്വരനോട് വേണം നന്ദി പറയാൻ. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നെന്ന് കരുതി ഞാൻ തോറ്റെന്നൊന്നും നിങ്ങൾ കരുതണ്ട. പിന്നെ നിങ്ങളുടെ അനിയത്തിയോട് പറഞ്ഞേക്കണം, ഉറക്ക ഗുളികയൊക്കെ പഴയ ഏർപ്പാടാണെന്നും പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കാനും. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ പറഞ്ഞല്ലോ ഈശ്വരൻ നിങ്ങളെ സഹായിച്ചതാണെന്ന്. ഈശ്വരനല്ലാതെ മറ്റാരെങ്കിലുമാണ് ഇതിൻ്റെ പിന്നിലെന്നും ഇത് പ്ലാൻ ചെയ്തത് വല്ലതുമാണെന്ന് ഞാൻ അറിഞ്ഞാൽ നടക്കാൻ പോകുന്നത് വേറെയാ. അനൂപേട്ടന് ഈ വിധി വിധിച്ചത് ദൈവമല്ലെങ്കിലേ ആ വിധിച്ചവരുടെ തലവര മാറ്റി എഴുതും ഈ അർച്ചന എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഇതൊക്കെ കേട്ട് പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് കൊണ്ടുപോയ തുണിയെല്ലാം ബാഗിൽ നിന്നും എടുത്തു മാറ്റുന്ന സച്ചിയാണ്. തുടർന്ന് അർച്ചന സച്ചിയുടെ അരികിലേക്ക് വന്ന് ചോദിക്കുകയാണ്, സച്ചിയേട്ടൻ 2-3 ദിവസത്തെ ട്രിപ്പ് കൂടി പ്ലാൻ ചെയ്തതല്ലേ, അത് മുടങ്ങിയതിന് സച്ചിയേട്ടന് വിഷമമുണ്ടോ? ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിഷമമുണ്ട്. എത്ര മനോഹരമായ സ്ഥലങ്ങൾ കാണേണ്ടതായിരുന്നു. തൻ്റെ സഹോദരന് ഒരു അപകടം പറ്റിയെന്നറിഞ്ഞതുകൊണ്ട് കുളുമണ കാണാതെ തിരികെ വന്നതിൻ്റെ സങ്കടവും ദേഷ്യവുമൊക്കെ എനിക്ക് നല്ലതുപോലെയുണ്ട്. ഇത് കേൾക്കുന്ന അർച്ചന വിഷമത്തോടെ സച്ചിയെ നോക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, തനിക്ക് എന്നോട് എങ്ങനെ ഇത് ചോദിക്കാൻ തോന്നി? തൻ്റെ ഏട്ടനെന്ന് പറഞ്ഞാൽ എൻ്റെയും ഏട്ടനല്ലേ? ഏട്ടന് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോൾ എനിക്കായിരുന്നു കൂടുതൽ വിഷമം. ഞാനത് തന്നെ കാണിച്ചില്ലെന്ന് മാത്രം. എൻ്റെ ഭാഗ്യമാണോ എനിക്ക് തന്നെ കിട്ടിയത്? സച്ചിയേട്ടൻ്റെ ഈ വാക്കുകളെല്ലാം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തരുന്നത്. പക്ഷേ എൻ്റെ പേടി അതല്ല. ഞാൻ കൂടുതൽ സന്തോഷിക്കുന്ന സ്ഥലത്തൊക്കെ എനിക്ക് കരച്ചിലും ഈശ്വരൻ തന്നിട്ടുണ്ട്. ആ ഒരു പേടിയാണ് എനിക്കിപ്പോൾ ഉള്ളതെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, എങ്കിലേ ആ പേടി ഇനി വേണ്ട. തന്നെ വിഷമിക്കാനേ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഒരു ഭർത്താവായും കൂട്ടുകാരനായും തൻ്റെ ഒപ്പം ഞാൻ എന്നും ഉണ്ടാകും. പിന്നെ ഞാൻ തനിക്ക് ഒരു വാക്ക് തന്നില്ലായിരുന്നോ, സന്ദീപിനെയും ആതിരയും കൊണ്ട് എവിടെയെങ്കിലും പോകാമെന്ന്? അതിൻ്റെ സ്ഥലവും ഡേറ്റുമൊക്കെ താൻ തന്നെ തീരുമാനിച്ച് എന്നോട് പറഞ്ഞാൽ മതി, നമുക്ക് പോകാം. അങ്ങനെ തൻ്റെ ആ ആഗ്രഹം നടന്നു കിട്ടുമല്ലോ എന്ന് സച്ചി സന്തോഷത്തോടെ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടാ ഒരു മിനിറ്റ്. ഇത്രയും പറഞ്ഞ് അർച്ചന അലമാരയുടെ അടുത്തേക്ക് പോകുമ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താടോ താൻ എന്താ തിരയുന്നത്? അല്ല, ഞാൻ ഇവിടെ എൻ്റെ ഒരു ഡയറി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, തനിക്ക് ഡയറി എഴുതുന്ന ശീലമൊക്കെ ഉണ്ടോ? അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കുറിക്കും. അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ചില ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. കേൾക്കുന്ന സച്ചിക്ക് താൻ അർച്ചനയുടെ ഡയറി എടുത്തതും ആഗ്രഹങ്ങളെല്ലാം നടത്തിക്കൊടുത്തതുമായ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. സച്ചി ആ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ ഓർത്തു നിൽക്കുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അവിടെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അജയ് ഘോഷ് അങ്ങോട്ടേക്ക് വരികയാണ്. ആതിരയുടെ അടുത്തേക്ക് ചെന്നിട്ട് അജയ് പറയുകയാണ്, അവൻ ചവിട്ടിയ പാടെ ഇപ്പോഴുമുണ്ട്, അത് ഞാൻ എന്താണെങ്കിലും തിരിച്ചും കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആതിര ദേഷ്യത്തോടെ അജയെ നോക്കുകയാണ്.
തുടർന്ന് അനൂപിനെ കാണാനായി അജയ് അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കഴിയുമ്പോൾ അജയൻ ചോദിക്കുകയാണ്, അത് പിന്നെ അച്ഛൻ തിരക്കിയായിരുന്നു വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന്. ഇത് കേൾക്കുന്ന മാഷ് പറയുകയാണ്, മോനൊന്നും കരുതരുത്, തൽക്കാലത്തേക്ക് ആതിരയ്ക്ക് ഞങ്ങളിപ്പോ വിവാഹം നോക്കുന്നില്ല, അതാ ഞങ്ങളുടെയൊക്കെ തീരുമാനം. ഇത് കേൾക്കുന്ന ആതിര സന്തോഷത്തോടെ നിൽക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ തല കുനിച്ച് നിൽക്കുകയാണ് അജയൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.